ഗുരു സ്മാരക പ്രഭാഷണത്തിന് വേണ്ടി ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ ക്ഷണിക്കുകയാണ്. ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ ഏതു മനുഷ്യനെക്കുറിച്ചും സംസാരിക്കുന്നത് സ്നേഹത്തോടു കൂടിയാണ്. മനുഷ്യൻ സുന്ദരനാണെന്ന് എഴുതി വെക്കുക കൂടി ചെയ്ത ഒരാളാണ്. ഏതൊരാളെക്കുറിച്ചും ഏതു കാലത്തെക്കുറിച്ചും ഏത് ഓർമ്മകളെക്കുറിച്ചും സ്നേഹത്തോടെയും സഹോദര്യത്തോടെയും സംസാരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ശീലമാണ്. അത് എഴുത്തിലാണെങ്കിലും വാക്കിലാണെങ്കിലും. കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുകയാണ് ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ. വ്യക്തിപരമായി എനിക്ക് ഗുരുസ്ഥാനീയനും ജ്യേഷ്ഠ സഹോദരനുമായ എം.എൻ. കാരശ്ശേരി മാഷ്, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംപൂജ്യ സ്വാമി സച്ചിദാനന്ദ അവർകൾ, മാതൃഭൂമിയുടെ പത്രാധിപർ ശ്രീ മനോജ് ദാസ് അവർകൾ, പ്രിയപ്പെട്ട റാണി മോഹൻദാസ്, പ്രിയപ്പെട്ട അനിൽകുമാർ, മുരളി, ശ്യാംകുമാർ, ഗോപികൃഷ്ണൻ, ശ്രീനിലാൽ, ഇങ്ങനെ എണ്ണി പറയേണ്ടുന്നത്ര എന്തൊരു മഹാനുഭാവുലു അന്തരികി വന്ദനമുലു, എത്രയെത്രയോ മഹാനുഭാവന്മാർ, എല്ലാവർക്കും നമസ്കാരം. സദാശിവ പഞ്ചകത്തിൽ ഗുരുവിൻ്റെ വരികൾ നിങ്ങൾക്കറിയാം. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളെ. ശിവശങ്കര സർവ ശരണ്യ വിഭോ ഭവസങ്കടനാശന പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമെൻ ഭവനാടകമാടുമരും പൊരുളെ. കവിസന്തതി പരമ്പരയെ പറഞ്ഞിട്ടുണ്ട്. കവികളാണ്, എഴുത്തുകാരാണ്, അവരെ പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒപ്പം ഈ ഭവനാടകം എന്നൊരു വളരെ പ്രധാനപ്പെട്ട വാക്ക്, ജീവിത നാടകം, സംസാര ജീവിതമാകുന്ന നാടകത്തിൽ ഇങ്ങനെ ആടുന്ന അല്ലെങ്കിൽ നമ്മെ ആടിപ്പിക്കുന്ന ഒരു അരും പൊരുൾ. ഒരുപക്ഷെ ഭാരതീയ ദർശനങ്ങളിൽ ഈ അരും പൊരുളിനെ ദൈവം എന്ന് നമ്മൾ പറയുന്ന ദൈവത്തിന് അതീതമായ, എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായ സത്താസ്വരൂപമായ ഒരു സത്യത്തെ, അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ കുറേ പ്രയാസമാണ്. ഗുരുവിന് തന്നെ മനസ്സിലായത് പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. ഗുരു പല വഴി ശ്രമിച്ചു നോക്കി. നമുക്ക് ഈ ദൈവനിഷ്ഠമായ, മനുഷ്യനിഷ്ഠമായ ദൈവങ്ങളുടെ ഈ പല രൂപങ്ങളിൽ വിശ്വാസമുണ്ട്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി എന്നും സദേകമേവ അദ്വിതീയം എന്നുള്ള ഉപനിഷത്ത് വാക്യങ്ങളിൽ കാണുമാറാകുന്ന ഒരു അരും പൊരുൾ. അദ്ദേഹം ഇത്തരം വാക്കുകളാണ് ദൈവത്തെ സംബോധന ചെയ്യുന്നത്. അദ്ദേഹം മുരുകഭക്തനായിരുന്നു കുട്ടിക്കാലത്ത്, വിഷ്ണു ഭക്തനായിരുന്നു. പിന്നീട് മരുത്വാമലയിൽ നിന്ന് തിരിച്ചു വന്നത് ശിവഭക്തനായിട്ടാണ്. പക്ഷേ അദ്ദേഹം കുളിച്ചു കയറിയ കടവിൽ നിന്ന് വെറും ഒരു കല്ലെടുത്ത് വെച്ചാണ് ഇതാ അധസ്ഥിതരുടെ ദൈവം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. സന്യാസിമാർക്കിടയിലെ യുക്തിവാദിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. യുക്തിവാദികൾക്കിടയിലെ സന്യാസിയുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. ഇത്രയേ സംഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വെറും ഒരു കല്ലെടുത്ത് വെച്ച് ഈ അരും പൊരുളിനെ വ്യാഖ്യാനിക്കാൻ സാധിച്ചത്. പല രീതിയിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചു. ദൈവമേ എന്ന് തന്നെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ദൈവദശകത്തിൽ. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്, കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികന്നീ ഭവാബ്ധിക്കൊരാവിവൻ തോണി നിൻ പദം. അവിടെ ഭവാബ്ധി, ഭവനാടകം എന്ന് നേരത്തെ സദാശിവ പഞ്ചകത്തിൽ പറഞ്ഞതുപോലെ ഭവാബ്ധി, ഭവസാഗരം, സംസാര ലൗകിക ജീവിത നാടകം, അതിനപ്പുറത്തൊരു സത്യമുണ്ട്. അതുകൊണ്ട് ഈ ആവിവൻ തോണി, ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞ അരും പൊരുളിന്റെ ആവിവൻ തോണി ഈ കര കാണാത്ത കടൽ കടക്കാനുള്ളതാണെന്നാണ് അദ്ദേഹത്തിന്റെ ദർശനം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഭൗതിക അടിത്തറയുള്ള ഒരു ദൈവദർശനം, ഇത്രയും മെറ്റീരിയലിസ്റ്റിക് ആയ ഒരു ദൈവദർശനം ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ദൈവത്തെ നിഷേധിച്ചുകൊണ്ടല്ല അത് ചെയ്യുന്നത്. നീയാണ് സൃഷ്ടി, സൃഷ്ടി എന്ന പ്രോസസ് നീയാണ്, സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ നീയാണ്, സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ നീയാണ്. അങ്ങനെ പ്രപഞ്ച പദാർത്ഥം മുഴുവൻ ഈ ദൈവസങ്കല്പത്തോട് ചേർത്ത് വെക്കുന്ന അത്ഭുതകരമായ ഒരു ദർശന സമഗ്രത. ദർശനമാല എന്നൊരു പുസ്തകം തന്നെ സമ്പൂർണ്ണമായി, പക്ഷെ ശങ്കരാദ്വൈതമല്ല ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ശങ്കരാദ്വൈതം തന്നെയാണ് അതിന്റെ അടിത്തറ. നേരത്തെ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ
അദ്വൈതം തന്നെയാണ്. ഛാന്തോഗ്യോപനിഷത്തിൽ പല ഗുരുകുലങ്ങളിൽ പഠിച്ച് തിരിച്ചു വന്ന ശ്വേതകേതു എന്ന കുട്ടിയോട് അച്ഛൻ ഉദാലക ആരുണി ചോദിക്കുന്നുണ്ട്, കസ്മിന്നു ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതി. ഏതൊന്നറിഞ്ഞാൽ ലോകത്തിലുള്ളത് മുഴുവൻ അറിയാറാകുമോ? ആ അറിവ് നിനക്ക് കൈവന്നുവോ? നമ്മളെ പോലെ കൈമലർത്തിയ കുട്ടിയോട് ഉദാലക ആരുണി പഠിപ്പിക്കുന്നതായിട്ടാണ് അദ്വൈതത്തിന്റെ ആദ്യ പാഠം ഛാന്തോഗ്യോപനിഷത്തിൽ വരുന്നത്. അത് തത്വമസി ശ്വേതകേതു എന്നാണ് ആദ്യത്തെ മഹാവാക്യമായിട്ട്. തത്വമസി, അത് നീ ആകുന്നു. പിന്നീട് പല മഹാവാക്യങ്ങൾ പലയിടത്ത് ആവർത്തിക്കുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാനാകുന്നു ബ്രഹ്മം, ഞാനാകുന്നു ഈശ്വരൻ. അപ്പോൾ അപ്പുറത്ത് ഛാന്തോഗ്യോപനിഷത്തിലെ വാക്യം പൂജിപ്പിക്കപ്പെടും, തത്വം അസി, അത് നീ ആകുന്നു. അപ്പൊ ഞാൻ മാത്രമല്ല ഈശ്വരൻ, അത് നീ ആകുന്നു. അപ്പൊ ഞാനും നീയും മാത്രമായിട്ട് പരിമിതപ്പെടുന്നില്ല. ഈശ്വരൻ അയമാത്മാ ബ്രഹ്മ, ഈ കാണപ്പെട്ട ആത്മാക്കളൊക്കെ ബ്രഹ്മമാകുന്നു. അതിന് വേണ്ടതായിട്ട് ഉപനിഷത്തിന്റെ മറ്റൊരു മഹാവാക്യം വേറൊരു ഉപനിഷത്തിൽ നിന്ന് വരുന്നത് പ്രജ്ഞാനം ബ്രഹ്മ, ശുദ്ധമായ അറിവാകുന്നു ഈശ്വരൻ. വേറൊരു ഉപനിഷത്തിൽ ഈശാവാസ്യോപനിഷത്തിൽ മറ്റൊരു രീതിയിൽ പൂജിപ്പിക്കുന്നത് ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്തേന തെക്തേന പുഞ്ചീത മാ വൃഥ കസ്യസിദ്ധരം. ഈശാവാസ്യമിതം സർവം, ഈ സർവത്തിൽ ഈശമാണ്. ഈശൻ എന്ന വാക്കിന് അപ്പോൾ ഈശ്വരൻ എന്ന് അർത്ഥമില്ല. പിന്നീട് ഈശത്തിൽ നിന്ന് ഈശ്വരൻ ഉണ്ടായി എന്നേ ഉള്ളൂ. ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, യത് കിഞ്ച ജഗത്യാം ജഗത്, ഈ ജഗത്ത് എന്തുകൊണ്ടൊക്കെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നുവോ അതിലെല്ലാം, അത് പുല്ലിലും പൂവിലും പുൽച്ചാടിയിലും മാത്രമല്ല അചരപ്രാണങ്ങളിൽ, അചരങ്ങളെ പോലും പ്രാണങ്ങളായിട്ട് കണ്ടു ഇത്തരം ദാർശനികന്മാർ. അചരപ്രാണങ്ങളിലുമുണ്ട്. ഇതിന് വേണ്ടതായിട്ട് ഉപനിഷത്ത് പഠിപ്പിച്ച കാര്യമാണ് പ്രജ്ഞാനം. ശുദ്ധമായ ബോധമാണ്, അറിവാണ് ബ്രഹ്മം. ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്നൊരു കവിതയുണ്ട്. ഒരുപക്ഷെ അറിവിനെ സംബന്ധിക്കുന്ന ഈ പ്രജ്ഞാനം എന്ന ദർശനത്തെ ഇത്ര സമഗ്രതയിൽ വ്യാഖ്യാനിച്ച ഒരു കൃതിയും ഞാൻ എൻ്റെ എളിയ വായനാ ജീവിതത്തിൽ, അറിവ് വ്യാഖ്യാനിക്കാൻ അറിവുള്ളവർ വളരെ കുറവാണ്. അത്ര തീക്ഷ്ണമായി ഈ പ്രജ്ഞാനത്തെ അദ്ദേഹം നിർവചിച്ചു. ആ പ്രജ്ഞാനമാണ് അരുവിപ്പുറത്ത് ആരോരുമില്ലാത്ത, ദൈവം പോലുമില്ലാത്ത പതിത ജനകോടികൾക്ക് വേണ്ടി താൻ കുളിച്ച കടവിൽ നിന്ന് വെറുതെ ഒരു കല്ലെടുത്ത് വെച്ചപ്പോൾ അഷ്ടബന്ധമിട്ടുറപ്പിച്ചു വെച്ചിരുന്ന 30 കോടി സവർണ ദൈവങ്ങൾ കടപുഴകി വീഴുകയും സ്വന്തം ദൈവത്തെ ആവശ്യമെങ്കിൽ വെറും ഒരു കല്ലെടുത്ത് ഏത് ജാതി വിഭാഗത്തിലും മതവിഭാഗത്തിലും പെട്ട സർവ്വമനുഷ്യർക്കും സൃഷ്ടിക്കാവുന്നതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ദൈവശാസ്ത്ര ചരിത്രത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയുടെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവൻ ശിവഗിരി കുന്നിന്റെ മുകളിൽ കൊളുത്തിയ വെളിച്ചമാണ്. നേരത്തെ കാരശ്ശേരി ഭാഷ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെയൊക്കെ അങ്ങോട്ട് വിളിക്കുന്നത് മാതൃഭൂമി. എൻ്റെയും കുടുംബമാണ്. ചെറിയ പ്രായം മുതൽ മാതൃഭൂമി എൻ്റെ സ്വന്തം എന്ന് കരുതിയ ഒരാളാണ്. മാതൃഭൂമി അങ്ങനെ കരുതുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ സൗഭാഗ്യം. മാതൃഭൂമിയുടെ പത്രാധിപർ മനോജ് ദാസ് പറഞ്ഞത്, ഗുരുവും മാതൃഭൂമിയും രണ്ടല്ല, ഗുരുവും നമ്മളും രണ്ടല്ല, ഏകമാണ്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരു ഇണ്ടൽ. ഈ ഇണ്ടലിനൊക്കെ കാരണം ഒന്നായതിനെ രണ്ടായി കണ്ടതാണ്. അതുകൊണ്ട് പണ്ടക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകുമെങ്കിൽ, ഇത് എഴുത്തച്ഛനാണ്, ഗുരുദേവന് മുമ്പ് വന്ന ഗുരുവാണ്. അദ്ദേഹം പറയുന്നത് ഈ പണ്ടക്കണക്കെ ആക്കിത്തരണം, ഞങ്ങളെ പഴയതുപോലെ ഒന്നാക്കിത്തരണം. ഈ ഏകത്വത്തിലേക്കുള്ള അന്വേഷണ യാത്ര ഗുരു അത് അടിവരയിട്ടാണ്, ആവർത്തിച്ചാണ് പറയുന്നത്. അവനിവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. ഇങ്ങനെ ഒരു ദർശനം ഏതെങ്കിലും സന്യാസി ലോകത്തിന് കൊടുത്താൽ എനിക്കറിയില്ല. ലൗകിക പ്രാണികൾക്ക് ഒരു സന്യാസിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപദേശം അവൻ ഇവൻ എന്ന് അറിയുന്നതൊക്കെ ഓർത്താൽ. ഞാൻ കാരശ്ശേരി മാഷ്, ഞാൻ സച്ചിദാനന്ദ സ്വാമി, ഞാൻ ഗോപികൃഷ്ണൻ എന്നൊക്കെ പല നാമരൂപങ്ങളിൽ കാണപ്പെടുന്നതും നാമരൂപങ്ങളില്ലാത്തതുമായി ഈ പ്രപഞ്ചഘടനയ്ക്കുള്ളിൽ നിറഞ്ഞു കിടക്കുന്ന സമസ്തവും ഏകമാണ്, രണ്ടില്ലാത്തതാണ് എന്ന ദർശനം ആവർത്തിച്ച് എല്ലായിടത്തും പറയുകയും, അത് ഒരുപക്ഷെ ജീവിത വൈരാഗ്യമല്ല, ജീവിത രാഗമാണ്. ജീവിതത്തെ നിഷേധിച്ചില്ല. സന്യാസി ജീവിത വൈരാഗിയാണെന്നാണ് പറയുക. പക്ഷെ മരുത്വാമലയിലേക്ക് തപസ്സിന് പോയ സന്യാസി ഇറങ്ങി വരികയാണ് ചെയ്തത്. നേരത്തെ ഉള്ള സന്യാസിമാരല്ല ഇപ്പൊ ഇറങ്ങി വരുന്ന സന്യാസിമാരെ കണ്ട പേടിയും. പക്ഷെ ഗുരു ഇറങ്ങി വന്നപ്പോൾ ചേറടിത്തട്ടിൽ താഴ്ന്നു കിടന്നിരുന്ന പതിത ജനകോടികൾക്ക് തനിക്ക് കൈവന്ന ബോധോദയം പങ്കിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റി. വിദ്യ നേടുക, പ്രചരിപ്പിക്കുക, അറിവ് പ്രധാനമാണ്. അത് ആവർത്തിച്ച് പന്നനാതീതത്തിലൊക്കെ പറയുന്നുണ്ട്, കരിങ്കുഴലിമാരോട് ചേർന്നുരുകി ഈ
എന്താ തുരുമ്പൻ, അവസാനം തുരുമ്പൻ, ഒരു തുരുമ്പ് പോലെ ആയവൻ ഈ കരിങ്കുഴലിമാരോട് ചേർന്നുരുകി ഈ പൂങ്കുരുന്നിന പിടഞ്ഞടിയനിങ്ങ് വലയുന്നു. പെരും കരുണയാറെഴു അണിയും അയ്യനെ വെടിഞ്ഞി തുരുമ്പൻ എങ്ങോട്ട് പോകാൻ. ഈ പെരും കരുണയാർ അണിയും അയ്യൻ, ശിവനെയൊക്കെ ഇങ്ങനെ പല രീതിയിൽ. ഒരിടത്ത് പറയുന്നുണ്ട്, അടിക്ക് പന്നി പോയി മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. അത് സദാശിവാഷ്ടകത്തിലാണ് തോന്നുന്നു. അടിക്ക് പന്നി പോയി, ഈ ശിവലിംഗാകാരത്തെ അന്വേഷിച്ച് പന്നിയായി ബ്രഹ്മാവ് താഴോട്ടും അന്നമായി, പന്നിയായി വിഷ്ണു താഴോട്ടും അന്നമായി ബ്രഹ്മാവ് മുകളിലേക്കും. അടിക്ക് പന്നി പോയി മുടിക്കൊരന്നവും പറന്ന് അടുത്ത് കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. നിങ്ങൾക്ക് ഈ ദൈവത്വത്തെ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സത്യബോധത്തെ അറിയാൻ പ്രയാസമാണ്. മഹാത്മാഗാന്ധി ആദ്യം പറഞ്ഞത് ദൈവം സത്യമാകുന്നു എന്നാണ്. ആദ്യകാലത്തൊക്കെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ദൈവം സത്യമാകുന്നു എന്നാണ്. അവസാനം മഹാത്മാഗാന്ധി തിരുത്തുന്നത് സത്യം ദൈവമാകുന്നു. അതൊരു വ്യത്യാസമുള്ള വാക്കാണ്. ദൈവം സത്യമാകുന്നു എന്ന് പറയുന്നതും സത്യം ദൈവമാകുന്നു. ഈ സത്യത്തിലേക്ക് പലരും പലതായി കാണുന്ന, പല രൂപത്തിൽ കാണുന്ന, പലതായി വ്യാഖ്യാനിക്കുന്ന ഭവസാഗരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായി. അതാണ് ഈ കുഴപ്പം. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഈശ്വരനായി തീരുകയാണ് ഭവസാഗരത്തിൽ. അതിനപ്പുറത്ത് ഒരു ഈശ്വരീയത, അല്ലെങ്കിൽ അത് ഈശ്വരീയത എന്ന് പറയണ്ട. അപ്പൊ ഭൗതികവാദികൾക്കാണെങ്കിൽ അത് ദ്രവ്യം എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ദ്രവ്യം എന്ന് പറഞ്ഞാലും ഈ ഭൗതികവാദികൾ തർക്കിക്കേണ്ട ഒരു കാര്യം ഒന്നുമില്ല. ഇന്ത്യയിൽ പരമദാർശനികന്മാരായ ഭൗതികവാദികൾ ഉണ്ടായിരുന്നു. കണാദൻ, കപിലനെ ചുവന്ന മഹർഷി എന്നാണ് ആ കാലത്ത് തന്നെ വിളിച്ചത്. കപിലൻ വളരെ വസ്തുനിഷ്ഠമായിട്ട് പ്രപഞ്ചത്തെ കണ്ട ഒരാളാണ്. കണാദൻ വസ്തുനിഷ്ഠമായിട്ട് പ്രപഞ്ചത്തെ കണ്ട ഒരാളാണ്. ഗൗതമൻ സാഖ്യം, ന്യായം, വൈശേഷികം, ഈ 3 ദർശനങ്ങളും ദൈവത്തെ മുൻനിർത്തിയല്ലാതെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ച ദർശനങ്ങളാണ്. അന്ന് ലോകായതന്മാരുണ്ടായിരുന്നു, ചാർവാകന്മാരുണ്ടായിരുന്നു. അവർ ദൈവത്തെ മുൻനിർത്തിയല്ല ഭൂമിയെ വ്യാഖ്യാനിച്ചത്, പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചത്. ബുദ്ധൻ പോലും ദൈവമില്ലാത്ത ധർമ്മത്തെയാണ് പ്രചരിപ്പിച്ചത്. പുരുഷാകൃതി പൂണ്ട ധർമ്മമോ എന്നാണ് അല്ലെ. അനുകമ്പാ ദശകത്തിൽ പുരുഷാകൃതി പൂണ്ട ധർമ്മമോ, ഈ ധർമ്മമാണ്. ധർമ്മം വലിയ കുഴപ്പം പിടിച്ചൊരു വാക്കാണ്. നേശേ ബലസ്യേതി ചരേതധർമ്മം എന്നാണ് മഹാഭാരതത്തിൽ വ്യാസൻ പറയുന്നത്. നേശേ ബലസ്യേതി ചരേതധർമ്മം. ശരിക്കതിന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ നിനക്ക് ബലമില്ലെങ്കിൽ അധർമ്മം ചെയ്യരുത്. ബലം ഇല്ലെങ്കിൽ അധർമ്മം ചെയ്യരുത്. ബലമുണ്ടെങ്കിൽ അധർമ്മം ചെയ്യാം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ശരിയല്ല എന്നാണ്. അത് ദൂരാന്വയം വെച്ചൊരു വ്യാഖ്യാനം പിൽക്കാലത്ത് കേട്ടിട്ടുള്ളത് ന മുറിക്കണം എന്നാണ്. ന മുറിച്ചെടുത്ത് ഈശേ ബലസ്യ ഇതി ന ചരേത് അധർമ്മം, അല്ലെ. ബലം ഉണ്ടെങ്കിലും അധർമ്മം ചെയ്യരുത്. ഇതാണ് ആ ധർമ്മചിന്തയാണ് ഗുരുദേവൻ പല രീതിയിൽ. അദ്ദേഹം ആദ്യം കല്ല് പ്രതിഷ്ഠിച്ചു, പിന്നീട് അദ്ദേഹം കളവം കൊട്ട് കണ്ണാടി പ്രതിഷ്ഠിച്ചു. കണ്ണാടി നേരത്തെ പറഞ്ഞ അദ്വൈതം തന്നെയാണ്. ആത്മദർശനമാണ്. നീ ദൈവമാണ് എന്നോ അല്ലെങ്കിൽ നീ എല്ലാമാണ്. ഈ പ്രപഞ്ചം ഒരുപക്ഷെ യോഗികൾക്ക് അതറിയാം, നമുക്കറിയില്ല. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ശക്തിയുമാണ് നിങ്ങളുടെ മൂലാധാരത്തിൽ ചുരുണ്ടു പിണഞ്ഞു കിടക്കുന്നത് എന്നാണ് കുണ്ടലിനി ജ്ഞാനപ്രകാരം പറയുന്നത്. ഓരോ മനുഷ്യനും പരിപൂർണ ബ്രഹ്മമാണ്, നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പൊ യോഗികൾ ചെയ്യുന്നത് ഈ കുണ്ടലിനി ശക്തിയെ ധ്യാനത്തിലൂടെ, തപസ്സിലൂടെ, സ്വാധിഷ്ഠാനം, മണിപൂരകം തുടങ്ങിയ പടികളൊക്കെ കയറ്റി ശിരസാധാര കടത്തി, എന്താ പറയാ, സഹസ്രാരപത്മം വിടർത്തുക. അത് ഇതൊക്കെ യൗകിക ഭാഷയാണ്. ഈ നല്ല ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭു. ഈ 6 പടികളിലൂടെ പ്രപഞ്ച ശരീരം പോലെ തന്നെയാണ് മനുഷ്യ ശരീരം. ഇതൊരു മെറ്റീരിയലിസ്റ്റിക് ആയ ചിന്തയാണ്. നമ്മളതിൽ ദൈവം എന്ന് പറഞ്ഞ് കൂട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. ദൈവം വന്നാലും കുഴപ്പമില്ല, അങ്ങനെയാണല്ലോ. ഇതിനെ രണ്ടിനെയും സമചിത്തതയോടുകൂടി കാണാൻ ചിലർ ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്നു. ചിലർ നേരത്തെ അയ്യപ്പൻ മാഷെ കുറിച്ച് ഗുരു പറഞ്ഞില്ലേ, അയ്യപ്പൻ ദൈവമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും അവന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. പ്രവൃത്തിയിൽ ദൈവമുള്ള എത്രയോ നിരീശ്വരവാദികളെ എനിക്കറിയാം. ഇത് ഒരു ഭൗതിക ചർച്ചയ്ക്ക് അടിസ്ഥാനമല്ല. ജീവജാലങ്ങൾ, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ മനുഷ്യവംശം, അങ്ങനെയാണല്ലോ ഇപ്പം ഹരാരിയൊക്കെ പഠിപ്പിക്കുന്നത്. ഹോമോസാപ്പിയൻസ് ആണ് അതിജീവിച്ചത്. ഹോമോസാപ്പിയൻസ് മാത്രമല്ല ഉണ്ടായിരുന്നത്, വേറെ കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഈ ഹോമോ എറക്സ് എന്ന് പറയുന്നവരുണ്ടായിരുന്നു, നിയാണ്ടർതാൾ മനുഷ്യന്മാരുണ്ടായിരുന്നു. 4-5 തരം മനുഷ്യവംശത്തിൽ നിന്ന് അതിജീവിച്ച മനുഷ്യവംശം ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന നമ്മളൊക്കെയാണ്. ഈ ഹോമോസാപ്പിയൻസിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും പേരില്ലാത്ത മതങ്ങളും ഒക്കെ പെടും. ഇതൊക്കെ ചേർന്നതാണ് ഈ ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് അതിജീവിച്ചത് സഹാനുഭൂതി കൊണ്ടാണെന്ന് ഹരാരിയുടെ അടുത്ത് പറയുന്നത്. ഒരു മനുഷ്യൻ വഴിയിൽ വീണ് കിടക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ തോന്നുന്നത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല, അതൊരു ജീവചോദനയാണ്. കാരണം ഞാനും വീണു പോകും, അപ്പോൾ എന്നെ രക്ഷിക്കാൻ
ആരെങ്കിലും വേണമെന്നൊരു സ്വാർത്ഥത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ജീവചോദനയാണ് വഴിയിൽ വീണവനെ രക്ഷിക്കാനുള്ള ഒരു സഹാനുഭൂതിയായിട്ട്. ഈ അനുഭൂതി ആവുന്നത് ദർശനം അനുഭൂതിയായാലേ നമുക്കത് പ്രാവർത്തിയാക്കാൻ പറ്റുമല്ല. ദർശനമൊക്കെ വായിച്ചു പഠിച്ച് പണ്ട് എൻ പിള്ളയോട് ചോദിച്ചു, ഒരു കള്ളൻ നന്നായി പഠിച്ചാൽ നന്നാവില്ലേ ചോദിച്ചു. അപ്പൊ എൻ പിള്ള പറഞ്ഞത്, കള്ളൻ കൂടുതൽ പഠിച്ചാൽ കരിങ്കള്ളനാകുമെന്നല്ലാതെ നന്നാവാൻ സാധ്യതയില്ല. പഠിച്ചത് കൊണ്ട് മാത്രം മനുഷ്യർ നന്നാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് യുദ്ധ വ്യവസായങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നത് നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള, അതിനേക്കാളൊക്കെ എത്രയോ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് പലസ്തീനിൽ ഇത്രയും കുട്ടികളെ കൊന്നുകളഞ്ഞത്. 18,000 പേരോ മറ്റോ ഞങ്ങളൊരു മീറ്റിംഗിൽ വിളിച്ചു പറഞ്ഞു. അതിലും കൂടുതൽ കുട്ടികളാണ്. പലസ്തീനിൽ മാത്രമല്ല, ഉക്രൈനിലായാലും റഷ്യയിലായാലും വേണ്ട ഇസ്രായേലായാലും എവിടെയായാലും ഈ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ അരുത എന്ന് നിലവിളിക്കാനുള്ള ഒരു ധർമ്മചിന്തയാണ് ഒരുപക്ഷെ ഗുരു ആവർത്തിച്ച്. ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇതൊക്കെ എഴുതി കൊടുത്തത്, ഈ ദൈവദശകൊക്കെ എഴുതി കൊടുത്തത്. കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു, പ്രപഞ്ചത്തെ സ്നേഹിച്ചു. ഒരു സന്യാസിവര്യൻ, യുഗപ്രഭാവനായ ഒരു സന്യാസിവര്യൻ തപസ് ചെയ്ത് ഏതെങ്കിലും മാമനയിൽ ആരോ ഒരു പുസ്തകം വായിച്ചു. MK രാമേന്ദ്രന്റെ ഒരു പുസ്തകത്തിൽ ചെന്നപ്പോൾ വായിച്ചപ്പോൾ അതിൽ 2000 വയസ്സ് ചെന്ന ഒരു സന്യാസിയെ കണ്ടുകൊണ്ട് പറയുന്നത്. ചെന്നപ്പോൾ ഒരു മഞ്ഞിന്റെ മലയുടെ ഗുഹയിൽ 2000 വയസ്സായ ഒരു സന്യാസി അവിടെ ഇരിക്കുകയാണ്, മരിച്ചിട്ടില്ല. സത്യമായിരിക്കും, നുണ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ 2000 കൊല്ലം അവിടെ ഇരുന്ന് വടിയായിട്ട് ലോകത്തിന് എന്താണ് പ്രയോജനം? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഈ 2000 കൊല്ലം അവിടെ ഇരിക്കുന്നേക്കാ ഭേദമല്ലേ മരുത്താമലയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ചെറുകിടത്തട്ടിൽ താഴ്ന്നു കിടക്കുന്ന മനുഷ്യരെ കൂട്ടിപ്പിടിച്ച്. അതാണ് ഗുരുദേവനെ കുറിച്ച്. ഒരു പക്ഷേ ഗുരുദേവനെ കുറിച്ച് ആയിരിക്കും വീണ പോലെ ആദ്യത്തെ വരികളിലൊന്നും എനിക്ക് തോന്നുന്നു. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈദിക്ക് മുമ്പ് ഉഴറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്ന് വിലസിയിടുന്ന നിന്നെ നോക്കി ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം. അപ്പൊ നേരെ വിടർന്ന് വിലസി നിൽക്കുകയാണ് പരിപൂർണ സ്നേഹപുഷ്പം പോലെ ഒരു യോഗി വര്യൻ. ഇതെങ്ങനെയാണ് വാക്കുകൾ വിശദീകരിക്കുക? എനിക്ക് അതിനോട് എന്റെ വാക്കൊന്നും മതിയാവില്ല. സാക്ഷാൽ വള്ളത്തോൾ നാരായണ മേനോൻ തന്റെ ഗുരുനാഥനായ മഹാത്മജിയോട് ചേർത്താണ് എനിക്ക് ഗുരുവിനെയും കാണാൻ തോന്നിയിട്ടുള്ളത്. മഹാത്മജിയും ഗുരുവും ഇവിടെ വെച്ചാണ് തമ്മിൽ കണ്ടത്. ഈ കാണുന്ന ഇലകളൊക്കെ വേറെ വേറെ അല്ലേ എന്ന് ഗുരു ചോദിച്ചു. ഈ വേറെ വേറെ അല്ലേ എല്ലാം? അപ്പോൾ ഗാന്ധിജി ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു എന്നാണ് മറുപടി, ഈ ഇലകളൊക്കെ കൂടി പിഴിഞ്ഞ് സത്തെടുത്താൽ ഒന്നാണ്. അപ്പോൾ വേറെയായി കാണപ്പെടുന്നതൊക്കെ സത്താപരമായ ഒന്നാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ചത് പറയുന്നത്, വ്യത്യസ്തമായി കാണപ്പെടുന്നതായ എല്ലാം ഭൗതിക ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ വ്യത്യസ്തരാണല്ലോ നമ്മൾ. എന്നെ പോലെയല്ല ഗോപികൃഷ്ണ കവിത എഴുതുന്നത്. ഇത് വെച്ചത് 2 കവിതയാണ് എന്നുള്ളതാണ് ഞങ്ങൾ പഠിക്കുന്ന ഒരു സാമാന്യ കാവ്യപാഠം. അതുപോലെ എല്ലാം വ്യത്യസ്തമായി ആവിഷ്കരിക്കപ്പെടുന്ന ജീവന്റെ വിലാസങ്ങളാണ്. ഈ ജീവന്റെ അനവധി വിലാസങ്ങൾ ചേർന്ന സത്തയിലേക്ക് മനുഷ്യർ പോകാൻ വളരെ ലളിതമായി എത്രയെത്രയോ കൃതികൾ, ദർശനമായൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ വായിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഭാരതീയ ദർശനങ്ങളുടെ മാനുഷികത, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മാനുഷികത ഇല്ലാത്ത ഭാരതീയ ദർശനമല്ല. ഭാരതീയം എന്ന് കേട്ട് അങ്ങനെ പേടിക്കുന്നുമുണ്ട് കേട്ടോ. ഭാരതീയം അനന്തമായ സാധ്യതകൾ തുറന്നിട്ട് തന്ന ലോകത്തിലെ തന്നെ അത്ഭുതകരമായ ഒരു ദർശനമാണ്. ഒരുപക്ഷെ സുമേരിയൻ സംസ്കൃതി നഷ്ടപ്പെട്ടു പോയി, മെസ്സപ്പൊട്ടാമിയൻ സംസ്കൃതി നഷ്ടപ്പെട്ടു പോയി. ആ സംസ്കൃതിയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ദൈവങ്ങൾ നഷ്ടപ്പെട്ടു. നമ്മളറിയാത്ത എത്രയോ ദൈവങ്ങൾ മെസ്സപ്പൊട്ടാമിയൻ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നു. നമ്മളറിയാത്ത എത്രയോ ദൈവങ്ങൾ സുമേറിയൻ സംസ്കൃതിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടി തന്നെയാണ് ഈ ദൈവസങ്കല്പം. അത് മനുഷ്യൻ അതിജീവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. ഞാൻ പറഞ്ഞു വന്നത്, വള്ളത്തോൾ നാരായണ മേനോൻ മഹാത്മജിയെ വിശേഷിപ്പിച്ച വരികളാണ് എനിക്ക് ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ വരുന്നത്. പുസ്തകമെന്നെ പുണ്യാധ്യാപനം പുലർത്തുന്നവൻ, ആയുധമെന്നെ ധർമ്മസങ്കരം നടത്തുന്നവൻ. അതൊക്കെ മഹാത്മാഗാന്ധിക്ക് മാത്രം ബാധകമായതാണ്. മറ്റത് ഹിമവത് വിന്ധ്യാതട മധ്യദേശത്തെ കാണും. ഒരു ഘട്ടത്തിൽ പറയാണ്, ഹിമവത് വിന്ധ്യാതട മധ്യദേശത്തെ കാണും, ശമമേ ശീലിച്ചിടും ഇത്തരം സിംഹത്തിനെ, ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം കായ്ക്കും കൽപ്പപാദപമുണ്ടായി വരൂ. നമസ്തേ ഗതദർശ, നമസ്തേ ദുരാദർശ, നമസ്തേ സുമഹാത്മൻ, നമസ്തേ ജഗദ്ഗുരു. ജഗദ്ഗുരുവായ ഒരാൾ ഈ ശിവഗിരി കുന്നിന്റെ മുകളിൽ വെളിച്ചം കൊളുത്തിവെച്ചു. ഗു എന്ന ശബ്ദം ഇരുട്ടിനെ സൂചിപ്പിക്കുന്നു. രു നിരോധക ശബ്ദമാകയാൽ ഇരുട്ട് നീക്കി വെളിച്ചം പകരുന്നവരെയാണ് നമ്മൾ ഗുരുക്കന്മാരെന്ന് പറയുന്നത്. പ്രപഞ്ചം ഇത് രണ്ടും ചേർന്നതാണ്. ഇരുട്ടുമുണ്ട്, വെളിച്ചവുമുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതാണ്. സുഖവുമുണ്ട്, ദുഃഖവുമുണ്ട്, രതിയുണ്ട്, നിർവേദമുണ്ട്, രാവുണ്ട്, പകലുണ്ട്, കറുപ്പുണ്ട്, വെളുപ്പുണ്ട്. ശാശ്വതമായിട്ട് ഇത് ഇന്നതാണ് ശരി എന്ന് ഇന്നേ വരെ ആരും നിർവചിച്ചിട്ടില്ല. നിങ്ങളുടെ വിവേക അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് വെളിച്ചം വേണമെങ്കിൽ സ്വീകരിക്കാൻ ശിവഗിരി കുന്നിന്റെ മുകളിൽ ഞാനിതാ വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. താഴെ ശാരദ
ദേവിയെയും പ്രതിഷ്ഠിച്ചു. അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, കലകളുടെ അധിനായികയായിട്ട് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ സങ്കല്പത്തിലേക്ക് വരാൻ ഒരു പ്രയാസവുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ 4ാമത്തെ തവണയാണ് വരുന്നത്. ആദ്യം വന്നത് ശിവഗിരി സമ്മേളനത്തിൽ കവിയരങ്ങിൽ പങ്കെടുക്കാനാണ്. പിന്നെ വന്നത് ഒരു കല്യാണത്തിൽ സദ്യ ഉണ്ണാനാണ്. ഞാൻ ജീവിതത്തിലുണ്ട ഏറ്റവും നല്ല സദ്യ ശിവഗിരിയിലെ സദ്യയായിരുന്നു, അത് ഓർക്കുന്നു. പിന്നെ വന്നത് ഒരു ശിവഗിരി തീർത്ഥാടനത്തിൽ പ്രസംഗിക്കാനാണ്. ഇപ്പോൾ വന്നത് മാതൃഭൂമി എന്ന എൻ്റെ കുടുംബത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ്. തീർച്ചയായും ഞാൻ അഭിമാനിക്കുന്നു. എനിക്കൊരുപാട് ഗുരുവിനെ കുറിച്ച് ഇനിയും പറയാൻ തുടങ്ങിയ അവസാനിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഗുരു സാഗരം തന്നെയാണ്. ഒരു തിര എണീട്ട് ഇതാണ് ഗുരു എന്ന് പറയുന്ന ഇവരുണ്ടാവും. ആ തിരയല്ല, അനന്തങ്ങളായ തിരകൾ നിർവചിക്കാൻ കഴിയാത്ത അനന്തതയുടെ, അപാരതയുടെ, അലകടൽ കക്കടകൾക്ക് അപ്പുറത്തുള്ള സത്താപരമായ സത്യദർശനത്തിൻ്റെ പരമഗുരുവായിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ വെളിച്ചം കൊളുത്തി വെച്ചത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇവിടെ രവീന്ദ്രനാഥ ടാഗോർ ഇവിടെ വന്നിട്ടുണ്ട്. ടാഗോർ ഗീതാഞ്ജലി എഴുതിയ കവിയാണ്. ഞങ്ങൾക്ക് കവികൾ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ കാവൽക്കാരൻ എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഒരു കവിയാണ്. കവികളുടെ പദവി വളരെ വലുതായിരുന്നു. ദ ഗ്രേറ്റ് സെന്റിനൽ ഓഫ് ഇന്ത്യ എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത് ടാഗോറിനെയാണ്. യൂറോപ്പ് 2 ലോകമഹായുദ്ധങ്ങളിൽ വിറങ്ങലിച്ച് കിടന്നപ്പോൾ ഇറ്റലിയുടെയും മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞുടങ്ങിയപ്പോൾ ഫാഷിസം ലോകനീതിയായി കഴിഞ്ഞു എന്ന് യൂറോപ്പ് വിചാരിച്ച ഘട്ടത്തിൽ നിരാശയുടെ പടുകുഴിയിലാണ്ട് നൊബൽ സമ്മാനം കിട്ടിയ ഇറ്റാലിയൻ എഴുത്തുകാരൻ ലിയോപോൾ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, സൂര്യോദയം ഇല്ല, എന്നേക്കുമായി സൂര്യൻ അസ്തമിച്ചു, യൂറോപ്പ് ഒരു മഹാശ്മശാനമാണ്, ഇവിടെ വെളിച്ചമുണ്ടാവുകയില്ല. ഇന്ന് രാവിലെ ചൈത്രം ഹോട്ടലിലെ വരാന്തയിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചു. പ്രത്യാശ നഷ്ടപ്പെടുന്നു. ചുറ്റും നോക്കുമ്പോൾ മാഷ് തന്നെ പറഞ്ഞു, വല്ലാത്ത ദുഃഖം തോന്നുന്നു. ഞാൻ മാഷോട് പറഞ്ഞു, മാഷേ ദുഃഖമാണ്, ദുരിതമാണ്, പ്രത്യാശയില്ലാത്തതാണെങ്കിലും കഷ്ടപ്പെട്ട് ഹോപ്പിംഗ് അഗൻസ്റ്റ് ഹോപ്പ്, അല്ലെ, ഒരു വെളിച്ചം കൊളുത്തി വെക്കാൻ നമ്മൾ എഴുത്തുകാർ ബാധ്യസ്ഥരാണ്. അത് അൺറിയലിസ്റ്റിക് ആയിരിക്കാം, പക്ഷെ ഞാൻ വിചാരിക്കുന്നു ആ അൺറിയലിസ്റ്റിക് ആയ സ്വപ്നമാണ് എഴുത്തുകാർ. ശ്രീനാരായണ ഗുരു ആ സ്വപ്നം തന്നെയാണ് നമുക്ക് തന്നത്. മനുഷ്യൻ അതിജീവിക്കും. എത്രയോ വർഷങ്ങളിലൂടെ പൊട്ടിയും പൊടിഞ്ഞും തട്ടിയും മുട്ടിയും തകർന്നും പോരടിച്ചും ഇല്ലാതായും വീണ്ടും പൊടിമണ്ണിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റും മനുഷ്യവംശം കടന്നു പോകുന്ന ചരിത്രത്തിന്റെ അനേകം വഴികളിലൂടെ സഞ്ചരിച്ചാൽ അറിയാം, എപ്പോഴും വിരിച്ചിട്ട ശൈലിയിൽ കൂടിയല്ല മനുഷ്യവംശം കടന്നു പോകുന്നത്. ഫാഷിസവും നാഷിസവും ക്രൂരതയും കൊടും ക്രൂരത. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു ഇൻക്യൂറബിൾ ഒപ്റ്റിമിസം ഉള്ളത് കൊണ്ട് മനുഷ്യവംശം നന്നായിരിക്കുകയാണെന്നാണ്. അല്ലെ, എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പണ്ടുണ്ടായിരുന്ന അത്ര ക്രൗര്യങ്ങൾ ഇനി ലോകത്ത് ആവർത്തിക്കപ്പെടുകയില്ല. എവിടെ നിന്നെങ്കിലും എതിർപ്പുണ്ടാകും. എന്ന് മാത്രമല്ല, നല്ല കാര്യങ്ങൾ എത്രയോ നടക്കുന്നുണ്ട്. ഞാൻ ലോകത്ത് പല ഭാഗത്തും സഞ്ചരിക്കാറ്. അവിടെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് വാർത്താ പ്രാധാന്യം കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മനോജ് ദാസ് സാർ ഇപ്പോൾ പറയാണ്, നല്ല വാർത്തകൾ പ്രചരിപ്പിക്കാൻ. ഞാൻ പണ്ട് വീരേന്ദ്രകുമാർ സാറിനോട് ഇങ്ങനെ അപേക്ഷ പറഞ്ഞു, നിങ്ങൾ ചാനൽ തുടങ്ങുമ്പോൾ നല്ല വാർത്തകൾ നിരന്തരമായിട്ട് കാണിക്കാൻ സംവിധാനം ഉണ്ടാക്കണം. എൻ്റെ ഉപദേശം കേട്ടിട്ടാവില്ല, അദ്ദേഹം നല്ല വാർത്ത എന്നൊരു പരിപാടി വെച്ചിരുന്നു, പിന്നീട് നിന്നുപോയി. അപ്പോൾ ഞാൻ ശ്രേയം സാറിന്റെ കടപ്പ ചോദിച്ചു, അല്ല ഈ നല്ല വാർത്ത എന്തിനാണ് നിങ്ങൾ നിർത്തിയത്? അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഏറ്റവും റേറ്റിംഗ് കുറഞ്ഞ പരിപാടിയാണ് നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ നന്മയ്ക്ക് റേറ്റിംഗ് വളരെ കുറവാണ്. അതുകൊണ്ട് നന്മ ഇല്ലാതായിട്ടില്ല, റേറ്റിംഗ് കുറവായതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ആ ശുഭപ്രതീക്ഷ വിശ്വസിക്കുന്നു. ടാഗോറിന്റെ ഗീതാഞ്ജലി വായിച്ചിട്ടാണ് ലിയോപോൾ എഴുതിയത്, എൻ്റെ മനസ്സിൽ സൂര്യൻ ഉദിച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ അശുഭ ചിന്തകൾ അകന്നു പോകും. ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യവംശം വെളിച്ചത്തിലേക്ക് കൂടുതൽ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കും. ബഷീർ പറഞ്ഞതുപോലെ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം എന്ന് മനുഷ്യർ ഒരുമിച്ച് പറയും. വെളിച്ചത്തിന്റെ കുപ്പായമണിഞ്ഞ നമ്മുടെ കുട്ടികൾ കറുപ്പും വെളുപ്പും വ്യത്യാസമില്ലാതെ പരസ്പരം തോളിൽ കൈയിട്ടുകൊണ്ട് പൂത്തുമ്പികളെ പോലെ നടക്കും. അന്ന് ബോംബുകൾ വർഷിച്ചാൽ അതൊക്കെ പൂക്കളായി മാറും. അങ്ങനെയാണ് അർജുനന്റെ അമ്പുകളൊക്കെ പൂക്കളായി മാറിയതുപോലെ ഏത് മനുഷ്യവിരോധി ബോംബ് വർഷിച്ചാലും ഭൂമിയിലെത്തുമ്പോൾ അത് പൂക്കളായി മാറുന്ന ഇച്ഛയുടെ. കബീർദാസ് ഹിന്ദു മതത്തിലും മുസ്ലിം മതത്തിലും ജീവിച്ചയാളാണ്. അതുകൊണ്ടാണ് കബീർദാസ് മരിച്ചപ്പോൾ വലിയ തർക്കമുണ്ടായി. ഹിന്ദുക്കൾ പറഞ്ഞു ഞങ്ങളുടെ മതക്കാരനാണ്, ഞങ്ങൾ സംസ്കരിക്കും. മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടക്കാരനാണ്, ഞങ്ങൾ ഖബറടക്കും. തർക്കം മൂത്തു. രണ്ടു കൂട്ടരും വിടാൻ തയ്യാറായില്ല. രണ്ടു പക്ഷത്തെയും വർഗീയവാദികൾ സംഘടിച്ചു. അവർ പറഞ്ഞു കബീർദാസിന്റെ ശരീരം പകുതി വെട്ടിമുറിച്ച് പകുതിയായിട്ട് എടുക്കാം. അപ്പോൾ ഒരു ശിഷ്യന് ഓർമ്മ വന്നു, എന്നെക്കുറിച്ച് മരണാനന്തരം തർക്കം വന്നാൽ കുറച്ചു നേരത്തേക്ക് എൻ്റെ ശരീരം ഒരു പുതപ്പിട്ട് മൂടി വെക്കണം. അത് പ്രകാരം ശിഷ്യൻ ആ പുതപ്പ് കൊണ്ട് മൂടിയിട്ടു. വാശിമൂത്ത ഹിന്ദു മുസ്ലിം വർഗീയവാദികൾ ആ പുതപ്പ് വലിച്ചു മാറ്റി. അപ്പോൾ കബീർദാസിന്റെ ശരീരം കിടന്ന സ്ഥലത്ത് ഒരു പിടി പൂക്കൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. പ്രഫുല്ലനമാണ് കവി ആഗ്രഹിച്ചത്. വാശി തീർക്കാൻ രണ്ടു വർഗീയവാദികളും പൂക്കൾ സമാസമം പങ്കിട്ടെടുത്തത് പൂക്കളായതുകൊണ്ട് സൗരഭ്യം മാത്രമേ അവർക്ക് പങ്കിടാൻ സാധിച്ചുള്ളൂ. എല്ലുകൾ കബീർദാസ് ബാക്കി വെച്ചിരുന്നെങ്കിൽ
ആ എല്ലുകൾ കൊണ്ടെങ്കിലും പരസ്പരം കുത്തി അവർ അവസാനിപ്പിക്കുമായിരുന്നു. ഗുരു പൂവായി മാത്രം അവസാനിച്ച ഒരാളാണ്. പൂക്കളായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ നിന്ന് 2 ഗീതങ്ങൾ കൂടി ചൊല്ലിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. അത് ഗുരുവിന് വേണ്ടിയല്ല, എല്ലാവർക്കും വേണ്ടി. ജി ശങ്കരക്കുറുപ്പിന്റെ പരിഭാഷയാണ്. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ പൂജയൊന്നും വ്യർത്ഥമായില്ല എന്നറിവൂ ഞാൻ. പൂർണ്ണമായില്ലെങ്കിലും ഈ ജീവിതത്തിൻ്റെ ആ പൂജയൊന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ. പൂവിരിയും മുമ്പു തന്നെ പൂഴിയിൽ വീണാകിലും പുഴകൾ മരുവിൽ പൂക്കൊഴുക്കുവറ്റി മാഞ്ഞാലും അവ മുഴുവൻ വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ, എന്നറിവൂ ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമേ വിഫലം ആയിപ്പോയില്ലെന്നറിവൂ ഞാൻ. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. എൻ വിപഞ്ചി തന്ത്രികളിൽ മീട്ടുകയാണൊക്കെയും നിന്നനാഹതമാം അനാഗതകാല സംഗീതം. ഒന്നും വ്യർത്ഥമായില്ലെന്നറിവൂ ഞാൻ, എന്നറിവൂ ഞാൻ. ജീവിതത്തിൻ പിന്നിലിട്ട് പോന്നതൊന്നുമേ വിഫലമായി പോയില്ല എന്നറിവൂ ഞാൻ. ഒന്നും വിഫലമാവുകയില്ല, ഒന്നും വിഫലമാവുകയില്ല. പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. നമസ്കാരം.